ഇത്തരമൊരു സന്ദർഭത്തിൽ അതായത് സജി ചെറിയാൻ രാജിവെച്ചിട്ടും അദ്ദേഹത്തിന്റെ വകുപ്പുകൾ വിഭജിച്ചു നൽകിയതല്ലാതെ മറ്റൊരു മന്ത്രിയെ കൊണ്ടുവന്നില്ല. അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു സജി ചെറിയാൻ മടങ്ങി വരും എന്ന്. ഇത് പ്രതീക്ഷിച്ചിരുന്നു. അഡ്വക്കേറ്റ് PM നിയാസ് അങ്ങോട്ടാണ്. കേൾക്കുന്നില്ല. നിങ്ങളിവിടെ നമ്മൾ ചർച്ച ചെയ്തത് അങ്ങ് പറഞ്ഞത് ഞാൻ കേൾക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി ഇവിടെ സജി ചെറിയാനെ തൽക്കാലത്തേക്ക് പുറത്തു നിർത്തി അകത്ത് വെക്കണമെന്ന് തന്നെയാണ് CPM ആഗ്രഹിച്ചത്. അതിനുവേണ്ടിയുള്ള തിരനാടകമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സജി ചെറിയാൻ കുറ്റം ചെയ്തില്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ ഒരു പുതിയ ഒരു 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 വഴിയാണ് അവർ കണ്ടെത്തിയത്. എന്താ വഴി? കേരളത്തിൽ ഉള്ള പോലീസിനെ കൊണ്ട് കാലങ്ങളായി അവർ ചെയ്തു വരുന്ന വഴിയിലൂടെ പോലീസിനെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് അദ്ദേഹത്തെ വെളുപ്പിക്കുക. അങ്ങനെ വെളുപ്പിച്ചു. അതേപോലെ തന്നെ കേരളത്തിലെ പോലീസ് ആഭ്യന്തര വകുപ്പ് നമ്മുടെ ഹൈക്കോടതിയിൽ നൽകിയ കേസ്, അദ്ദേഹത്തെ അയോഗ്യത കൽപ്പിക്കണമെന്ന കേസ്, അതിലും ഗവൺമെൻറ് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കുറ്റവും ഞങ്ങൾ കാണുന്നില്ല എന്നാണ്. പക്ഷേ ഹൈക്കോടതിയുടെ വിധിയെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ കാര്യത്തിൽ അദ്ദേഹത്തെ പൂർണ്ണമായും ഭരണഘടനാ പ്രകാരം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം അതിൽ നിന്നും അയോഗ്യത കൽപ്പിക്കണം എന്നുള്ളത് കോടതിയല്ല ചെയ്യേണ്ടത്. അതിന് അപ്രോപ്രിയേറ്റ് ഫോറം ഭരണഘടനയിൽ തന്നെയുണ്ട്, അവിടെ അത് നൽകണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കൊണ്ടുപോവുകയല്ല കോടതി ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായി അതിൻ്റെ അവസാന പേജിൽ അതിൻ്റെ തൊട്ട് മുകളിൽ 2 പാരഗ്രാഫിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്കിവിടെ പറയാനുള്ളത്, ഇവിടെ CPMൻ്റെ പ്രതിനിധികൾ എന്തൊക്കെ, ഞാൻ പൂർണ്ണമായി കേട്ടില്ല, എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എന്താണ് സംഭവമുള്ളത്? ഇവിടെ ഭരണഘടന, ഇന്ത്യയിലെ ഭരണഘടന ഫാസിസ്റ്റ് BJPയുടെ സർക്കാരുകൾ ഭരണഘടനയെ തകർക്കുന്നു എന്ന് ഏറ്റവും കൂടുതൽ പുറപ്പുറത്ത് കയറി ശബ്ദമുയർത്തുന്നവർ CPMകാരാണ്. ആ CPMകാർ എന്താണ് പറയുന്നത്? ഇവിടെ ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന BJP, ആ BJP ഇന്ത്യൻ ഭരണഘടന BJP ചെറുക്കുവാൻ ഇന്ത്യയുടെ ഭരണഘടന കൊണ്ടേ ഞങ്ങൾക്ക് സാധിക്കൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് ഭരണഘടന കുന്തവും കുടച്ചക്രവും എന്ന് പറയുന്നു. ഭരണഘടന ബ്രിട്ടീഷുകാർ ഞങ്ങൾക്ക് സമ്മാനിച്ച് അത് എഴുതി വെച്ചത്, അവർ പറഞ്ഞത് നമ്മൾ എഴുതി വെച്ച ഒരു ഭരണഘടനയാണെന്ന് പറയുന്നു. ഈ ഭരണഘടന ഇവിടുത്തെ സാധാരണക്കാരനായ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുവാൻ വേണ്ടിയുള്ള, അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണെന്നൊക്കെ പറഞ്ഞാൽ ഭരണഘടനയെക്കുറിച്ച് ഇനി എന്താ പറയാൻ ബാക്കിയുള്ളത്? 1971 നമുക്കെല്ലാവർക്കും അറിയാം, ഇൻസൾട്ട് ടു ഇതിൻ്റെ ഭരണഘടനാ പദവികളെ ഇൻസൾട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനമുണ്ട്. ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ എന്ന് പറയുന്ന വകുപ്പ്. ആ വകുപ്പിൽ വളരെ കൃത്യമായി ഭരണഘടനയെ ഇതുപോലെ മ്ലേച്ഛമായി, അതും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾ പറയുന്നത് കുറ്റകരമായി കാര്യമാണെന്ന് പറയുമ്പോൾ കേരളത്തിലെ പോലീസിന് അത് ബോധ്യപ്പെടുന്നില്ല. കേരളത്തിലെ പോലീസിനെ എത്ര ആലോചിച്ചിട്ട് ബോധ്യപ്പെടുന്നില്ല. കാരണം അങ്ങ് നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യമാണ് അതിന് ഉത്തരം. കാരണം അവർക്ക് വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വിരോധമില്ല. കാരണം ഭരണഘടനാപരമായി ഭൂരിപക്ഷമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പാർട്ടികളിൽ നിന്നും ആരെ വേണമെങ്കിലും മന്ത്രിയാക്കാം. പക്ഷേ ഇദ്ദേഹത്തെ എന്തിന് നിങ്ങൾ മന്ത്രിസ്ഥാനത്ത് മാറ്റി നിർത്തി? അതാലോചിക്കണം. എന്തിന് അദ്ദേഹം നൽകിയ രാജി അങ്ങ് സ്വീകരിച്ചത്? അദ്ദേഹം ഒരു തെറ്റും ചെയ്തില്ല എങ്കിൽ മുമ്പ് നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ 1ാം മന്ത്രിസഭയിൽ നമ്മുടെ ജലീലിനെതിരെ ആരോപണമുണ്ടായി, ജലീലിനെതിരെ ലോകഅദാലത്തിൽ കേസുണ്ടായി, അവരെ പരാമർശമുണ്ടായി, ഹൈക്കോടതിയിലെ പരാമർശമുണ്ടായി. അപ്പോഴൊന്നും നിങ്ങൾ അദ്ദേഹത്തെ രാജിവെപ്പിക്കാനോ വെക്കണമെന്ന് ആവശ്യപ്പെടുകയോ രാജിവെപ്പിക്കാനോ നിങ്ങൾ ശ്രമിച്ചില്ലല്ലോ. പിന്നെ എന്ത് സംഭവിച്ചു? ഏറ്റവും ഒടുവിൽ വിധി വന്നു. നിങ്ങൾ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് തീർത്ത് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ രാജിവെച്ച സാഹചര്യം ഉണ്ടായത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മുടെ ഏറ്റവും പ്രധാനമായി നിയമപരമായുള്ള കാര്യങ്ങൾക്ക് അപ്പുറമായി മനുഷ്യത്വപരമായി, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭരണഘടനയെ എത്ര മ്ലേച്ഛമായി ചിത്രീകരിച്ചൊരു വ്യക്തിയെ നിങ്ങൾ മന്ത്രിസഭയിൽ തുടരുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്താണ്? കേരളത്തിലെ ജനങ്ങൾക്കോടുള്ള, ഇന്ത്യയോടുള്ള ജനങ്ങളോട് നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്താണ്?